അപ്പോഴേ ഇന്ന് രാവിലത്തെ നമ്മുടെ വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും കൂടെ കൂട്ടിയിട്ട് ഒരു ബ്രഞ്ചാക്കിയിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എന്നത്തെ പോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിയാണ്. ഇന്നലെ മാവ് അരച്ച് വെച്ചുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് സാമ്പാർ വടിമേലേക്കൊന്നും പോകേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൂട്ടി നമ്മളെല്ലാവരും മക്കം നന്നായിട്ട് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചോറിന് വെള്ളം വെച്ചു. പിന്നെ അത്യാവശ്യം നല്ല പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാനിരുന്നത്. കാരണം മാഷിന് നേരത്തെ ചായ കൊടുക്കും, പിന്നെ ബാക്കിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്വസ്ഥ സമാധാനത്തിൽ ഇരുന്ന് ചായ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചോറിന് വെള്ളം വെച്ചു. ചോറൊക്കെ ഏകദേശം തിളയ്ക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഞാൻ പാവയ്ക്കയും നമ്മുടെ ചക്കക്കുരുവും കൂടെ കൂട്ടിയിട്ട് നല്ലൊരു തോരൻ വെക്കാമെന്ന് വെച്ചാൽ അത് മാത്രം കൂട്ടിയിട്ട് ചോറുണ്ണാം. പ്രത്യേകിച്ച് എനിക്ക് ഈ സാമ്പാർ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ മോരുകറി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോരുകറി ചക്കക്കുരും പാവയ്ക്കും കൂടെ കൂട്ടിയിട്ടുള്ള തോരൻ കൂട്ടി നമുക്ക് ചോറുണ്ണാം. മാഷി സാമ്പാർ എന്ന് പറയുമ്പോഴേക്കും അത് പ്രാന്തായതുകൊണ്ട് സാമ്പാർ ഓൾറെഡി ഉണ്ട്. പിന്നെ മാഷിന് വേണ്ടിയിട്ട് മീൻ വറുക്കുന്നുണ്ട്. അത് എൻ്റെ ഏരിയ അല്ല, അത് അമ്മയാണ് കേട്ടോ. ഞാൻ വറുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും, പിന്നെ തിന്നാനൊന്നും കിട്ടില്ല ആർക്കും. അതുകൊണ്ട് അമ്മയാണ് അതൊക്കെ ചെയ്യുക. വെട്ടുന്നതും കഴുകുന്നതും ഫ്രൈ ചെയ്യുന്നതൊക്കെ അമ്മയെ ചെയ്യട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പച്ചക്കറി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് പോയി കിടന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഈയിടെയായിട്ട് ഭയങ്കര തലകറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര ബോഡി പെയിനൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്നുള്ളത് അറിയില്ല. വൈറ്റമിൻ ഡി വീണ്ടും കുറഞ്ഞോ എന്നൊന്നും അറിയില്ല. ഇനി അത് വീണ്ടും ചെക്ക് ചെയ്താൽ ചിലപ്പോൾ അറിയാം. മുകളിലോട്ട് പോയത് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതാണോ തൈറോയിഡിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. ബ്ലഡ് ചെക്ക് ചെയ്താലേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പോഴത്തേക്കും നമുക്ക് ചോറിനുണ്ട് സമയമായി. ഞാൻ കിടന്ന് ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ട് വേഗം സാമ്പാർ, മോരുകറി, പാവയ്ക്ക, ചക്കക്കുരു തോരൻ, പിന്നെ മീൻ ഫ്രൈ, ഇതൊക്കെ കൂടെ ഉണ്ടായപ്പോൾ അച്ചാർ വേണമെന്ന് ചോദിച്ചപ്പോൾ അച്ചാർ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. വെള്ളമൊക്കെ കുടിക്കാനുള്ള വെള്ളം കൂടെ ഒന്ന് സെറ്റാക്കി ഇവിടെ നമ്മുടെ ചെയറിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്ക് ഡൈനിങ് ടേബിളിലേക്ക് ഇത് മാഷി എത്തിയിട്ടുണ്ട്. ഇനി മാഷി ഇന്ന് ചോറിന് ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് ചോറിനുള്ളൂ. അപ്പം അത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.